എത്ര ശ്രമിച്ചിട്ടും ആ രാത്രി എനിക്ക് ഉറക്കമൊന്നില്ല. കൗതുകം ഒരു തെറിച്ച കുതിരയെ പോലെയാണ്. ചിന്തകളാകുന്ന കഴിഞ്ഞാൽ എത്ര വലിച്ചാലും അത് ഓടിക്കൊണ്ടേയിരിക്കും. ഞാൻ രാത്രി മുഴുവൻ മറിഞ്ഞും തിരിഞ്ഞും കിടന്നു. രാത്രി മുഴുവൻ ഒരേ ചോദ്യം തന്നെ മുമ്പിൽ നൃത്തമാടി. എൻ്റെ കാതിൽ മാത്രം ഈ കുണ്ടലങ്ങൾ എങ്ങനെ വന്നു? രാത്രി ഇത് തിളങ്ങുന്നതായി കേൾക്കുന്നു. എങ്ങനെയാവും ഇത് തിളങ്ങുക? എന്തുകൊണ്ടാണിത് തിളങ്ങുന്നത്? ഞാൻ ധൃതിയിൽ എഴുന്നേറ്റ് കിടക്കയിലിരുന്നു. കൃഷ്ണമണികളെ ചെവിയോളം എത്തിച്ച് കുണ്ടലങ്ങൾ തിളങ്ങുന്നുണ്ടോ എന്നറിയാൻ ഒരു വൃഥായജ്ഞം നടത്തി. പക്ഷേ ചെവി കണ്ണിൻ്റെ പരിധിയിൽ എത്തിയതേയില്ല. ഞാൻ അസ്വസ്ഥൻ. എൻ്റെ കാതുകൾ എങ്ങനെയായിരിക്കും? വളരെ നേരം ഇതാലോചിച്ചു. ഒന്നും മനസ്സിലായില്ല. ഒരിക്കൽ ഷോണിനെ ഉണർത്തി അവനോട് നോക്കൂ, എൻ്റെ കുണ്ടലം തിളങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ എന്ന് നിശ്ചയിച്ചു. അവനെ വിളിച്ചാൽ അമ്മയും ഉണരും. അച്ഛൻ ഹസ്സനാപുരയിലായിരുന്നു. എന്തു ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ വാക്കുകൾ അപ്പോഴാണ് ഓർമ്മ വന്നത്. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഗംഗാമാതാവ് ഉത്തരം നൽകും. ഞാൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ കുടിലിൻ്റെ വാതിൽ തുറന്ന് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടു. ആകാശം നിറയെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രതാരങ്ങൾ. അതെ, അംഗരാജാവായ കർണൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഏട്ടൻ്റെ കുണ്ടലങ്ങൾ താരകൾ പോലെ തിളങ്ങുന്നു എന്ന് ഷോണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താരകൾ മിന്നുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ തുടങ്ങി. അതൊന്നും എനിക്ക് സന്തോഷം പകർന്നില്ല. ചെമ്പാനഗരി ക്ഷേത്രങ്ങളുടെ ഗർഭഗൃഹം പോലെ ശാന്തവും നിശ്ചലവുമായിരുന്നു. ഇടയ്ക്കിടെ ചില ഇലായനങ്ങളിൽ നിന്നും കുതിരകളുടെ ചിഹ്നങ്ങൾ മാത്രം കേൾക്കാമായിരുന്നു. നക്ഷത്രങ്ങളുടെ മങ്ങിയ പ്രകാശത്തിൽ വഴി ശരിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേഗത്തിൽ നടന്നു. തണുത്ത കാറ്റ് ശരീരത്തിൽ മുട്ടിയുരുമി. ഉത്തരീയം പുതയ്ക്കാൻ പോലും ഞാൻ മറന്നിരുന്നു. വളരെ ദൂരം നടന്ന് ഞാൻ നദീതീരത്തെത്തി. പകൽ മുഴുവൻ ഉയർന്നു പൊങ്ങുന്ന ആ വിസ്തൃത ജലപാത്രം രാത്രിയിൽ ഗംഭീരമായിരുന്നു. പകൽ ആ വിസ്തൃത ജലനിരപ്പ് ചക്രവാളത്തെ സ്പർശിക്കുന്നതായി തോന്നിയിരുന്നു. ഇപ്പോൾ അത് അസാധാരണ സാമ്രാജ്യത്തിൽ ലയിച്ചിരിക്കുന്നു. കരയിലും കല്ലിലും മണ്ണിലും വന്നിരിക്കുന്ന തിരയുടെ അനസ്യൂതമായ രതൽക്കടൽ ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ശബ്ദം മൂലം അവിടുത്തെ ശാന്തത ഘനഭംഗമായി തീർന്നു. ആ ശാന്തമായ ശബ്ദത്തിനു വേണ്ടി നിലനിൽപ്പിന് ചെന്ന് ചെവിയോർത്തു. ഞാനിവിടെ ചിലത് ചോദിക്കാനായി വന്നതാണെന്ന കാര്യമേ മറന്നുപോയി. ചിന്തയുടെ മയക്കത്തിൽ അതേപോലെ ഗംഗായാത്രത്തിലേക്ക് ഇറങ്ങി. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം ആ ജന്താകരത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. അതിൽ 2 നക്ഷത്രങ്ങളുടെ പ്രതിബന്ധ സ്പഷ്ടവും സുന്ദരവുമായി തോന്നി. അല്പസമയത്തിനുള്ളിൽ 1-2 തിരക്കളയാളവും ആ പ്രതിബിംബങ്ങളിൽ ആടിയൊലിഞ്ഞ് ദീർഘകാലമായി തിരയുകയും ചെയ്തു. കൈക്കുമ്പിളിൽ വെള്ളമെടുക്കാനായി ഞാൻ കുനിഞ്ഞു. ആ 2 നക്ഷത്രങ്ങൾ പൂർവാധികം മിന്നുന്നതായി തോന്നി. ഞാൻ മുഖം ജലത്തോടടുപ്പിച്ചു വെച്ചു. അപ്പോൾ മനസ്സിലായി, ആ 2 നക്ഷത്രങ്ങൾ എൻ്റെ കർണകുണ്ടലങ്ങൾ തന്നെയായിരുന്നു. ആ ജലതർപ്പണത്തിൽ അവ മന്ദം മന്ദം മിന്നിപ്രകാശിക്കുമായിരുന്നു. ഇടയ്ക്കിടെ തിരകൾക്കൊപ്പം അവയുടെ നീളം കൂടിക്കൊണ്ടേയിരുന്നു. ഞാൻ ജലത്തിൽ എൻ്റെ മുഖാകൃതി നോക്കി. ആ 2 കുണ്ടലങ്ങൾ മുഖത്തിനിരുവശത്തും നീലവലയങ്ങൾ സൃഷ്ടിച്ചു. എൻ്റെ കുണ്ടലങ്ങൾ രാത്രി പ്രകാശിക്കുന്നു എന്ന രഹസ്യം ഗംഗാമാതാവാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ തിളങ്ങുന്ന ഈ കുണ്ടലങ്ങൾ എനിക്ക് മാത്രം എങ്ങനെ കിട്ടി? ഞാൻ ആരാണ്? ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിൽ നിന്നു. എൻ്റെ മനസ്സിലെ ആ ശങ്ക ദൂരീകരിക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു സംശയം അതേപടി നിലനിൽക്കുന്നു. ഈ തിളങ്ങുന്ന കുണ്ടലം എനിക്ക് മാത്രം എങ്ങനെ കിട്ടി? 3-4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ തന്നെ നിന്നു. പ്രഭാതമായപ്പോൾ ആരോ നദിക്കരയിലെ അമ്പലത്തിൽ മണിയടിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ ഓർമ്മ വന്നു. എന്നെ കാണാതെ അമ്മ പരിഭ്രാന്തി ആയിരിക്കാം. ഉടൻ തന്നെ തിരിച്ചു പോകാനായി മുമ്പോട്ട് നോക്കിയപ്പോൾ കിഴക്ക് ദിക്കിൽ മെല്ലെ മെല്ലെ അന്ധകാരം നീങ്ങിത്തുടങ്ങുന്നതായി കണ്ടു. അന്ധകാര സാമ്രാജ്യത്തിൽ ലയിച്ചു ചേർന്ന ഗംഗാനദി വീണ്ടും നീലാകാശങ്ങൾ കൈകോർത്ത് പിടിച്ചു നൽകുന്നു. പുതുമഴയ്ക്ക് ശേഷം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും പുൽനാമ്പുകൾ മുളയ്ക്കുന്നത് പോലെ ഗംഗാമാതാവിൻ്റെ ഗർഭഗൃഹത്തിൽ നിന്നും സൂര്യദേവൻ ഉദിച്ചു പൊങ്ങി തുടങ്ങി. ഞാനത് നോക്കി. എൻ്റെ മനസ്സ് ശാന്തമായി. അറിയാതെ കൈക്കുമ്പിളിൽ ജലം നിറച്ചു. കണ്ണടച്ച് സൂര്യദേവന് വെള്ളം കൊണ്ട് അർഘ്യം നടത്തി തിരിച്ചു പോന്നു. രാത്രിയിൽ അവയ്ക്കമായിരുന്ന വഴികളിൽ ഇപ്പോഴും വെളിച്ചം വീണിരിക്കുന്നു. രാത്രിയിൽ അമ്പലത്തിൻ്റെ ഗർഭഗൃഹം പോലെ തോന്നിച്ചിരുന്ന ചെമ്പാനഗിൽ ഇപ്പോൾ അമ്പലക്കൊടി മരത്തിൽ പാറിക്കളിക്കുന്ന കൊടി പോലെ ചൈതന്യവത്തമായി തീർന്നിരിക്കുന്നു. എവിടെ പോയിരുന്നു? തിരിച്ചെത്തിയപ്പോൾ അമ്മ ചോദിച്ചു. അവരാകെ പരിഭ്രമിച്ചിരുന്നു. ഗംഗാമാതാവിൻ്റെ അടുത്ത് എൻ്റെ കർണകുണ്ടലങ്ങൾ എങ്ങനെ തിളങ്ങുന്നുവെന്ന് അമ്മ പറഞ്ഞു തന്നില്ല. പക്ഷേ ഗംഗാമാതാവ് അതെനിക്ക് കാണിച്ചു തന്നു. അത്യന്തം ഭീതിയോടെ അമ്മ എന്നെ നോക്കി. ഈ വിചിത്രമായ നോട്ടത്തിൽ അവർ എന്നോട് എന്തോ ചോദിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഒഴിവാക്കാനായി ഞാൻ ഉടനെ പുറത്തേക്ക് നടന്നു. ഒരിക്കൽ കുട്ടികളെല്ലാം നഗരത്തിൽ പുറത്തുള്ള മൈതാനത്ത് കളിക്കുകയായിരുന്നു. രാജസദസ്സ് കളിക്കാമെന്ന് ആരോ നിർദ്ദേശിച്ചു. വാസ്തവത്തിൽ കുട്ടികൾ പ്രതിസൃഷ്ടി നടത്തുന്ന ഋഷിമാർ തന്നെയല്ലേ. എല്ലാവരും ചേർന്ന് രാജസദസ്സിൻ്റെ ദൃശ്യം അവതരിപ്പിച്ചു.
ശരീരപുഷ്ടിയുള്ളവർ സദസ്സിലെ ഖജാൻജി, അശ്വപാലകർ, സേനാധിപതി, അമാത്യൻ, സവിജൻ മുതലായ പദവികൾ കരസ്ഥമാക്കി. സദസ്സിൻ്റെ വിവരങ്ങളെല്ലാം ഇവരെങ്ങനെ മനസ്സിലാക്കിയെന്ന് അത്ഭുതമായി തോന്നി. മൈതാന മധ്യത്തിൽ ഒരു കല്ല് കുഴിച്ചിട്ടിരുന്നു. അതവർ രാജസിംഹാസനമാക്കി. ഷോണനാണ് സേനാപതിയായി വേഷമിട്ടത്. അച്ഛൻ ഹസ്തനാപുരയിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാൻ വന്നതായിരുന്നു. വന്ന പാടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ എന്നെയും ഹസ്തനാപുരത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ദ്രോണർ എന്ന പേരായ അതിസമർത്ഥനായ ഒരു ആയോധന വിദഗ്ധരും വിദ്വാനുമായ ഗുരുദേവനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആയുധവിദ്യ അഭ്യസിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഷോണനെ ഓർമ്മ വന്നു. അവൻ കുടിലുണ്ടായിരുന്നില്ല. ഷോണന് വിവരം പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവനും ഹസ്തനാപുരത്തിലേക്ക് പോകണമെന്ന് ഷാഠ്യം പിടിക്കും. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വളരെ വിഷമേറിയ പണിയാണ്. ഞാൻ മൈതാനത്തെത്തിയതും കുട്ടികളെല്ലാം ബഹളം വെച്ചു തുടങ്ങി. വസുവിനെ വിളിക്ക്, വസുവിനെ വിളിക്ക്. ഷോണൻ സന്തോഷത്തോടെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞു, വസുവേട്ടാ ഓടിവാ. ഞാൻ ഉടൻ അവൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും കുട്ടികളെല്ലാം എന്നെ വളഞ്ഞു. എല്ലാവരും ബഹളം വെക്കുന്നതുകൊണ്ട് എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. രാജാവ്, വസു, കുണ്ടലൻ, സേനാധിപതി എന്നിങ്ങനെ അവർ ഒച്ച വയ്ക്കുന്നു. നിർത്തു, ഞാൻ ഗർജിച്ചു. എല്ലാവരും നിശബ്ദരായി. ഞങ്ങൾ രാജസദസ്സ് തയ്യാറാക്കിയിരിക്കുകയാണ്. യോഗ്യനായ ഒരു രാജാവിനെ കിട്ടിയില്ല. കുണ്ടലമുള്ളതുകൊണ്ട് നിന്നെ രാജാവാക്കാമെന്ന് വെച്ചു, ബ്രഹ്മദത്തൻ പറഞ്ഞു. എല്ലാവരും ഏകകണ്ഠമായി അത് അംഗീകരിച്ചു. എടോ, ഞാൻ പക്ഷേ ഷോണനെ വിളിക്കാൻ വന്നതാണ്, ഞാൻ അറിയിച്ചു. ഷോണനല്ല സേനാധിപതി. സേനാപതിയെ വിളിക്കാൻ ഒരിക്കലും രാജാവ് എഴുന്നാറില്ല. ഞങ്ങളെപ്പോലെയുള്ള സേവകരോട് ആജ്ഞാപിക്കാവും. കുസൃതിയായി ബാഹു ചെയ്ത് ഗർവോടെ പറഞ്ഞു. ഞാൻ ഒഴിവാക്കുകൾ പലതും പറഞ്ഞു നോക്കിയെങ്കിലും അവർ എൻ്റെ കൈ പിടിച്ച് ആ കറുത്ത ശിലാസിംഹാസനത്തിൽ കൊണ്ടിരുത്തി. അത്യാദരവോടെ കുനിഞ്ഞ് ബ്രഹ്മദത്തൻ പറഞ്ഞു, ചമ്പാപുരിയുടെ അധിപതി വസുസേന മഹാരാജാവ് വിജയിക്കട്ടെ. എല്ലാവരും അത്യന്താപൂർവം പറഞ്ഞു. എല്ലാവരും തറയിലിരിപ്പായി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാനും രാജാവിൻ്റെ ഗമ വിടാതെ പറഞ്ഞു, അമാത്യ, സഭാ നടപടികൾ സഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാൻ നാം ഉത്തരവിടുന്നു. ഞങ്ങളുടെ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത് പുല്ലുമെയ്യുന്ന ഒരു ഭീമൻ കാള ഈ ജയാരവം കേട്ട് ഭയന്നു. തൻ്റെ തേങ്ങലുള്ള വാൽ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചു. മൂക്ക് ചീറ്റി കണ്ണുമിഴിച്ച് കൊമ്പുകൾ മൂന്നോട്ടണഞ്ഞ് ചെവികൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിച്ചു. കാളയുടെ ഭീകരരൂപം കണ്ട് അത് ആത്മരക്ഷത്വം ഓടി വരുന്നതാന്ന് കൈകളിലുയർത്തി ബ്രഹ്മദത്തൻ വിളിച്ചു പറഞ്ഞു. മഹാരാജാവേ, ഓടിക്കൂ ഓടിക്കൂ, രാജ്യം ആപത്തിൽ. മഴവെള്ളം ഭൂമിയിൽ വീണ് ഒഴുകും പോലെ എല്ലാവരും നിമിഷനേരം കൊണ്ട് ചിതറിയോടി. ഷോണൻ ഓടാനായി എൻ്റെ കൈ പിടിച്ചു വലിച്ചു. ഞാൻ ആ കൈകളിൽ കയറി നിന്നു. ഷോണനെ പിറകിൽ നിർത്തി. കൊടുങ്കാറ്റ് പോലെ കാള ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നു. തീ വാറുന്ന കണ്ണ്. മുമ്പിൽ കാണുന്നതെല്ലാം അടിച്ച് തരിപ്പണമാക്കുവാൻ അതിൻ്റെ മസ്തിഷ്കം പ്രകമ്പനം കൊള്ളുന്നത് പോലെ തോന്നി. അതിൻ്റെ വായിൽ നുരയൊഴി. സൂര്യപ്രകാശത്തിൽ അത് മിന്നി. കല്ലിനടുത്തെത്തി അല്പനേരം നിന്നു. പിന്നെ കുളമ്പുകൾ കൊണ്ട് മണ്ണു മാന്തി. കൊമ്പ് കുത്തി സൂചിബാണം പോലെ ഒരു കുതിപ്പ്. ഞാനൊരു നിമിഷം ആകാശത്തിലേക്ക് നോക്കി. സൂര്യദേവൻ തൻ്റെ രഥത്തിലെ നിരവധി അശ്വങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. സംഗതി മനസ്സിലാവും മുമ്പ് ഞാൻ ഷോണനെ പുറകോട്ട് തള്ളി. എൻ്റെ ബലിഷ്ഠമായ കൈകളെ കാളയുടെ കൊമ്പിൽ ചുറ്റിപ്പിടിച്ചു, മുറുക്കി. ഷോണൻ്റെ ഏട്ട എന്ന അലർച്ച എനിക്ക് അവ്യക്തമായി കേൾക്കാമായിരുന്നു. അതിനുശേഷം നടന്നുവൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ എന്നെ എടുത്തെറിയാൻ ആ മൃഗം ശക്തിയായി ചുരുത്തിയെങ്കിലും എൻ്റെ കൈകൾ രണ്ടും അവൻ്റെ കൊമ്പുകളിൽ മുറുകിപ്പോയിരുന്നു. എൻ്റെ ശരീരം രഥത്തിൻ്റെ ഇരുമ്പട്ട പോലെ ചുട്ടുപോയിരുന്നു. അതിനുശേഷം വസുവാരെ എവിടെ നിന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കണ്ണു തുറന്നപ്പോൾ ഞാൻ മൈതാനത്ത് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അടുത്ത് തന്നെ അച്ഛനുമുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ആ കാളയുടെ മൂക്കുകയറുണ്ടായിരുന്നു. അല്പം മുമ്പ് കണ്ണു ചുവപ്പിച്ച് കുതിരിച്ച കാള ക്ഷീണിച്ച് കിതച്ച് നിലപ്പുണ്ടായിരുന്നു. അതിൻ്റെ വായിൽ നിന്നും നുരയൊഴുകി. എൻ്റെ തലക്കരികയായി ഷോണ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇവൻ കൂട്ടാതെ എന്നെ നോക്കി. ഞാൻ കണ്ണു തുറന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ചിരിയുടെ ഒരു തിന്നിമറിഞ്ഞു. ഞാൻ അങ്ങും ഇങ്ങും നോക്കി. അല്പം മുമ്പ് കളിക്കാനുണ്ടായിരുന്ന ബ്രഹ്മദത്തനും സുഹൃത്തുക്കളും എനിക്ക് ചുറ്റും അണിനിരന്നു. എനിക്ക് രാജസദസ്സ് ഓർമ്മ വന്നു. എൻ്റെ ശരീരത്തിൽ അല്പം മുമ്പ് എന്തോ അത്ഭുത ശക്തി ഇറങ്ങി വരുന്നതായി തോന്നി. നിമിഷ നേരം കൊണ്ട് ആ ശക്തി എവിടെയോ പോയതെന്നറിഞ്ഞില്ല. എനിക്ക് നന്നേ ക്ഷീണം തോന്നി. പക്ഷേ ശരീരത്തിൽ എവിടെയും വേദന തോന്നിയില്ല. ഞാൻ ഉടനെ എണീറ്റിരുന്നു. ശരീരത്തിൽ എവിടെയും മുറിവേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. കിതയ്ക്കുന്ന കാളയുടെ പുറത്ത് ഒരടി കൊടുത്തു. ഭയം കൊണ്ട് അതിൻ്റെ ഉടൽ പറിച്ചു. വാല് പിന്നിലൊതുക്കി അത് മാറിപ്പോയി. അടുത്ത് തന്നെ മേയ്ക്കുന്നുണ്ടായിരുന്നു. മൂക്കുകയർ ഞാൻ അവന് കൊടുത്തു. അവൻ കണ്ണു മിഴിച്ചെന്നെ നോക്കി കാളയും കൊണ്ട് നടന്നു. സംഭവത്തിൻ്റെ നിസ്ഥിതി വൈകുന്നേരമാണ് അറിഞ്ഞത്. ആ കാള എന്നെ മലർത്തിയടിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചത്ര. പക്ഷെ അത് തോറ്റുപോയതായി ഷോണം പറഞ്ഞു. ഏകദേശം 2 മണിക്കൂർ അത് കുതിച്ചു ചാടി കുത്തി. ഇടയ്ക്ക് ശരീരം ഒലിച്ച് ഉയർന്നു ചാടി കുളമ്പ് കൊണ്ട് നിലം കുഴിച്ചു. അവസാനം ക്ഷീണിച്ച് നിശ്ചലനായി.
വായിൽ നുരചാടി. ഇടയ്ക്കിടെ ഫും ഫും എന്ന് ശബ്ദമുണ്ടാക്കി. ഷോണൻ ഇതിനെ ഓടിപ്പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛനാണത്രേ അതിന് മൂക്കുകയറിട്ടത്. എൻ്റെ പിടിവിടുവാൻ ഏറെ ശ്രമിച്ചത്രേ. എൻ്റെ ശരീരം തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു അത്രേ. ഞാൻ ചിന്തയിലാണ്. 2 മണിക്കൂർ കാളയുമായി പൊരുതിയിട്ടും എൻ്റെ ശരീരത്തിൽ ഒരു പോര പോലും ഇല്ലേറ്റില്ലേ? എന്തുകൊണ്ട്? എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ പൊള്ളുന്ന ചൂട് എങ്ങനെയുണ്ടായി? ഞാൻ ഉത്സാഹപൂർവ്വം ഷോണിനോട് ചോദിച്ചു, നിനക്ക് കളിക്കുമ്പോൾ മുറിവ് പറ്റിയിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം, അവൻ പറഞ്ഞു. ഒരിക്കൽ ഞാൻ ഗംഗാനദിയിൽ പൂളാനിട്ടു. അടിയിൽ കൂർത്ത പാറയുണ്ടായിരുന്നു. എൻ്റെ തല അതിൽ ചെന്നിടിച്ചു. കണ്ണിൽ നിന്ന് പൊന്നിച്ച പാറ. വെള്ളത്തിന് മീതെ എത്തിയപ്പോൾ വെള്ളം ചുവപ്പ് നിറമാണ്. ബ്രഹ്മദത്തനാണ് എന്നെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റിയത്. ഏതോ ഔഷധച്ചെടിയുടെ ഇലയരിച്ച് തലയിൽ പുരട്ടി. അമ്മ കയർക്കുമെന്ന് കരുതി ഞാൻ ആ സംഭവം ഇതുവരെ പറഞ്ഞില്ല. നീ പറയരുത്. അവൻ തലതാഴ്ത്തി മറയാടണം കാണിച്ചു. ഷോണിന് മുറിവ് പറ്റുന്നു. ദേഹത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. അപ്പോൾ എൻ്റെ ദേഹത്തു നിന്ന് രക്തമൊഴുകേണ്ടതല്ലേ? ഞാൻ ഉടൻ കുടിലിലേക്ക് നടന്നു. അവിടെ നിരയൊഴിച്ചു കഴിച്ച അമ്പുകളും വില്ലുകളുമുണ്ട്. അതിൽ നിന്ന് ഒരു ശലം വഴിച്ചെടുത്തു. അതിൻ്റെ അഗ്രം അമ്പിളിക്കല പോലെ മിന്നുന്നു. ശരം ഞാൻ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു. കാൽപ്പത്തി ഉന്നം വെച്ച് അത് വിട്ടു. അത് കാൽപ്പത്തിയിൽ തുളച്ചു കിടക്കുമെന്ന ചിന്തയിൽ കണ്ണടച്ചു പിടിച്ചു. കണ്ണുകൾ ചുറ്റും ശുഭ്ര തേജോഗോളങ്ങൾ പറന്നു നടന്നു. പക്ഷെ അത് കാലിലേറ്റപ്പോൾ ഒരു പുൽക്കൊടി വീണ പോലെയേ തോന്നിയുള്ളൂ. അമ്പിൻ്റെ അഗ്രം എൻ്റെ കാലിലെ തൊലി പോലും തുളച്ചില്ല. വീണത് തെറ്റിയിരിക്കുമെന്ന ധാരണയിൽ ഞാൻ വീണ്ടും വീണ്ടും അത് കാലിലിട്ട് നോക്കി. പക്ഷേ നിഷ്ഫലം. ഉത്കണ്ഠയും സംശയവും ജടയഴിച്ച് രാക്ഷസയായി എൻ്റെ മുമ്പിൽ ആടി. എൻ്റെ കയ്യിലെ ശരം കൊണ്ട് തുടയിലും കൈകളിലും നെഞ്ചിലും സ്ഥലം കിട്ടിയെടുത്തെല്ലാം ശക്തിപൂർവ്വം കുത്തിയെടുക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അത് ശരീരത്തിലേക്ക് കടന്നതേയില്ല. എൻ്റെ തൊലി അഭേദ്യമാണ്. അതെ, നിശ്ചയമായി. എൻ്റെ ശരീരം ആസകലം ആരാലും മുറിവേൽപ്പിക്കാൻ പറ്റാത്ത കവചമുണ്ടാവണം. അഭേദ്യമായ കവചം. ഓടുന്ന രഥത്തിൽ നിന്നും ചാടിയാൽ എനിക്കൊരു മുറിവേൽക്കുകയില്ല. കല്ലുകൊണ്ടോ ശസ്ത്രം കൊണ്ടോ എനിക്ക് പരിക്കേറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മരിക്കില്ല എന്നർത്ഥം. എനിക്ക് കവചം കിട്ടി. മിന്നിത്തിളങ്ങുന്ന കുണ്ടലം കിട്ടി. ഷോണ എൻ്റെ കൂടപ്പിറപ്പാണ്. എന്നിട്ടും അവന് കവചവുമില്ല, കുണ്ടലവുമില്ല. എനിക്ക് മാത്രം എന്തേ ഇവ കിട്ടാൻ? ഞാൻ ആര്? എൻ്റെ മനസ്സിൽ സന്ദേഹം ചിറകടിച്ചു പറഞ്ഞു. വിരുദ്ധ ചിന്തകൾ അലയടിച്ചു. ഞാൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഭിന്നനാണെന്ന് തോന്നലുണ്ടായി. എനിക്ക് അതിയായ ദുഃഖം തോന്നി. എനിക്ക് പാലൂട്ടിയ രാധം, അവരുടെ സ്നേഹലാളനയിൽ ഞാൻ വളർന്നു വലുതായി. എനിക്ക് വേണ്ടി ഏറെ ദുഃഖങ്ങൾ സഹിച്ച അമ്മയോടുള്ള കൃതജ്ഞതയല്ലേ ഈ ചിന്തകൾ. വസുവേട്ട എന്ന ആഹാരോത്രം ഉറവിടുന്ന സ്നേഹസമ്പന്നനായ സഹോദരനോടുള്ള വഞ്ചനയല്ലേ ഈ ചിന്ത. എൻ്റെ മനസ്സ് പ്രതികരിച്ചു. അതെനിക്ക് കടുത്ത മുറിവേർപ്പ് നൽകി. ഞാൻ ആര്? അങ്ങനത്തെ ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചത്. നീ അധിരന്തിൻ്റെയും രാധയുടെയും മകനാണെന്ന കാര്യം ഓർക്കുന്നു. സൂതപുത്രനായ കർണൻ, ഷോണൻ്റെ ജ്യേഷ്ഠനായ കർണൻ, തേരാളികളുടെ കുലത്തിൽ പിറന്ന ഒരു തേരാളി. അടുത്ത ദിവസം അച്ഛൻ എന്നോട് ഹസ്തിനാപുരത്തേക്ക് പോകുവാൻ തയ്യാറായിക്കൊള്ളുവാൻ പറഞ്ഞു. അച്ഛൻ്റെ കൽപ്പന പ്രകാരം ഓരോ സാധനവും സംഭരിച്ചു തുടങ്ങി. മനസ്സിൽ ചിന്ത വരുന്നു, ഇനി ചമ്പാനഗരി വിടണം. ആകാശം മുട്ടിയിരുമുന്ന ഇവിടുത്തെ പ്ലാശും ഏഴേലമ്പയും ഇരിപ്പ, പാതിരി, കരിങ്ങാലി എന്നീ വൃക്ഷങ്ങൾ എന്നിൽ നിന്നകലും. ഇവിടുത്തെ പ്രതരപക്ഷിയും പരുന്തും കുയിലും ക്രൗഞ്ചവും കബോത്രങ്ങളുമെല്ലാം അമ്യമായി പോകുന്നു. ബ്രഹ്മദത്തൻ, വീരമിത്രൻ, ബാഹുകേതു തുടങ്ങിയ മിത്രങ്ങളെല്ലാം അകലുന്നു. വടവൃക്ഷത്തിൻ്റെ നിബിദ്ധമായ ചായയിൽ കഴിഞ്ഞ 14 വർഷമായി എനിക്ക് സ്നേഹമൂട്ടിയ ഈ കുടിലിനോട് ഞാൻ വിട പറയുകയാണ്. പ്രാണനേക്കാൾ എന്നെ സ്നേഹിച്ച മാൻകിടാവിനെ പോലെ എന്നെ സംരക്ഷിച്ച രാധമ്മയെ വിട്ട് ഞാൻ എങ്ങോ പോകുന്നു. അമ്മയുടെ മുലപ്പാൽ ഇപ്പോഴും എൻ്റെ ചുണ്ടുകളിൽ ആർദ്രതയുളവാക്കുന്നു. ആ സ്നേഹമായ അമ്മയ്ക്ക് ഞാൻ കണ്ണീരല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ല. വസുവേട്ട എന്ന് വിളിച്ച് എന്നെ വിടാതെ നിഷ്കളങ്കനായ ഷോണനെ വിട്ട് പിരിയുന്നു. എല്ലാറ്റിനും ഉപരിയായി ഗംഗാമാതാവിൻ്റെ ജലരപ്പിന് മീതെ എനിക്ക് അത്യുത്സാഹം പ്രദാനം ചെയ്യുന്ന സൂര്യദേവനെ ഇതേ സ്ഥലത്ത് കാണുവാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാൻ ഹസ്തിനാപുരയിലേക്ക് പോകുന്നു. ഈ ഹസ്തിനാപുരം എങ്ങനെയായിരിക്കും? അവിടെ വലിയ വലിയ ഹർമ്മ്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. കൂറ്റൻ വ്യായാമാശകളും വിവിധതരം വസ്ത്രങ്ങളും ശസ്ത്രഗംഭീരവും ഭീമാകാരവുമായ കുതിരകളും ലായങ്ങളും 7 അമ്പലകലെ ആകാശം മുട്ടുന്ന താഴികക്കുടങ്ങളും മഹാക്ഷേത്രങ്ങളും ഉണ്ടത്രേ. വിശാല വശസ്സുള്ള ബലമാർന്ന ബാഹുകളുമായ യോദ്ധാക്കളാണ് ഹസ്തിനാപുരയിലുള്ളത്. കുരുകുല രാജാക്കന്മാരുടെ രാജധാനി അത്രേ ഹസ്തിപുരി. അത് ഏതു ദിക്കിലാണാവും? ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ രഥത്തിൽ നിന്ന് കൊണ്ടുവച്ചു. ഈ സമയത്ത് ഷോണനും എത്തി. ഞാനും എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാനും പോകുന്നുണ്ടെന്ന കാര്യം അവനറിയില്ലായിരുന്നു. വസുവേട്ട, അച്ഛൻ എന്നും രഥവുമായി ഇവിടെ വരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് രഥത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും, ഷോണം പറഞ്ഞു. ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇന്ന് ഞാൻ നിന്നെ വിട്ടുപോകുമെന്ന് അവനോട് എങ്ങനെ പറയുവാൻ കഴിയും? അവസാനം അച്ഛൻ രഥത്തിൽ കുതിരകളെ പൂട്ടി തുടങ്ങി. ഷോണം തന്നെ കുതിരകളിൽ ഓരോന്നായി കൊണ്ടുകൊടുത്തു. വാതിക്കൽ നിൽക്കുകയായിരുന്ന അമ്മ ഞാൻ തൊഴുതു. എന്നെ പിടിച്ചുയർത്തി അവർ നെറ്റിയിൽ ചുംബിച്ചു. നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവർ ദുഃഖാകുലമായി പറഞ്ഞു, വസു, ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഗംഗാനദിയിൽ ആഴത്തിലേക്ക് പോകരുത്. അമ്മയുടെ കണ്ണുകളിൽ നിന്നും ആശ്രു ധാരധാരയായി ഒഴുകി. 2 തുള്ളി കണ്ണീർ എൻ്റെ ശിരസിൽ വീണു. എൻ്റെ ദേഹമാസകലം രോഗം എഴുന്നേറ്റ് നിന്നു. എൻ്റെ രക്തം പ്രവഹിച്ചു. അമ്മയുടെ ഈ ഉപദേശം ഞാനെങ്ങനെ പൂർത്തീകരിക്കും? ഒന്ന് മാത്രം പറയാം, മരണം തന്നെ സംഭവിച്ചാലും അമ്മയുടെ വസു സത്യത്തിൽ നിന്ന് എള്ളിട വഴിതെറ്റില്ല. അവർ അല്പനേരം എന്തോ ഓർത്തു. പിന്നെ കുടലിനുള്ളിൽ പോയി പെട്ടെന്ന് തിരിച്ചു വന്നു. അവർ എൻ്റെ കയ്യിൽ ഒരു വെളിപ്പെട്ട് തന്നു. എന്നിട്ട് അത്യന്തം ഖേദത്തോടെ പറഞ്ഞു, വസു, എന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ നീ ഈ പെട്ടി നോക്കുക. എൻ്റെ സ്ഥാനത്ത് ഇതിനെ കണക്കാക്കണം. ഇത് നിൻ്റെ അമ്മയാണ്, സുരക്ഷിതമായി വെക്കുക. ഞാൻ പെട്ടി നന്നായി ഉത്തരീയത്തിൽ പുതുങ്ങി. ഒരിക്കൽ കൂടി അമ്മയെ തൊഴുതു. വിറക്കുന്ന കൈകളോടെ അല്പം എൻ്റെ നെയ് ഉള്ളം കൈയിൽ വീഴ്ത്തി. ഞാനത് സ്വീകരിച്ചു. ഒരിക്കൽ കൂടി കൂടുതലും പരിസരവും വീക്ഷിച്ച് തിരിഞ്ഞു നടന്നു. രഥം തയ്യാറാകുന്നു. ഷോണൻ അച്ഛനോട് എന്തോ ചോദിച്ചു. അച്ഛൻ എന്നോട് രഥത്താൻ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ രഥത്തിൽ കയറിയപ്പോൾ ഷോണൻ അച്ഛനോട് ചോദിച്ചു, ഏട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ്റെ കണ്ണിലെ പരിഭ്രാന്തി ഇപ്പോൾ രോദനമായി മാറി. എൻ്റെ കൂടെ ഹസ്തിനാപുരിയിലേക്ക് വരുന്നു. നീ അകത്ത് പോയിക്കും. കുതിരയുടെ കടിഞ്ഞാൻ കയ്യിലെടുത്ത് അതിൻ്റെ പുറത്ത് അമർത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. കുതിര ഒന്ന് ചാടി വേഗത്തിൽ ഓടിത്തുടങ്ങി. ഷോണൻ കൈപൊക്കി, ഏട്ടാ നിൽക്കൂ, ഏട്ടാ നിൽക്കൂ എന്ന് കരഞ്ഞ് രഥത്തിന് പിറകെ ഓടുവാൻ തുടങ്ങി. അമ്മ ഓടി വന്ന് ഉടനെ അവനെ പിടിച്ചു. ഞാൻ ദീർഘനിശ്വാസം വഹിച്ചു. രഥം മുന്നോട്ട് പാഞ്ഞു. പക്ഷേ ഷോണൻ അമ്മയുടെ കയ്യിൽ നിന്നും വിട്ട് വീണ്ടും ഓടി. വിദൂരതയിൽ അവൻ്റെ ചെറിയ ആകാശം മുന്നോട്ട് നീങ്ങുന്നത് കാണാമായിരുന്നു. ഉത്തരീയം ഉയർത്തിപ്പിടിച്ച് അവൻ ഓടുകയാണ്. അവൻ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതി. ഞാൻ അച്ഛനോട് രഥം നിർത്തുവാൻ പറഞ്ഞു. രഥം നിർത്തിയതുകൊണ്ട് അവൻ കൂടുതൽ വേഗത്തിൽ ഓടി. ഈ കൊച്ചുകുട്ടിയായ ഷോണിൽ നിന്ന് എന്ത് സാഹസമാണ്! എൻ്റെ കൂടെ വരണമെന്ന ആഗ്രഹം മൂലം അവൻ എല്ലാം മറന്ന് ഓടുകയാണ്. എന്തൊരു ശാഠ്യമാണ്! ശാഠ്യമോ? എത്ര നിസ്വാർത്ഥവും നിഷ്കടവുമായ സ്നേഹവുമാണ് എന്നോട്! അല്പസമയത്തിനുള്ളിൽ കിതച്ചുകൊണ്ട് അവൻ ഞങ്ങളുടെ അടുത്തെത്തി. അവിടെ കൊച്ചുമുഖം വിയർപ്പിൽ കുളിച്ചിരുന്നു. അവൻ ആകെ ക്ഷീണിച്ചിരുന്നെങ്കിലും ഒറ്റ കുതിപ്പിന് രഥത്തിൽ ചാടി വന്നു. കിതപ്പ് കാരണം പാതി മുറിഞ്ഞ വാക്കുകളോടെ അവൻ ചോദിച്ചു, എന്നെ വിട്ടു പോവുകയാണ്? ഏട്ടൻ പോയാൽ ഞാനും കൂടെ വരും. ഞാൻ തിരിച്ചു പോകില്ല. ഞാൻ അച്ഛനെ നോക്കി. അല്പനേരത്തിന് ശേഷം എന്തോ നിശ്ചയിച്ച പോലെ അച്ഛൻ പറഞ്ഞു, ശരി, നീയും പോന്നു. ഷോണൻ ആനന്ദത്തിലായി എന്നെ ആലിംഗനം ചെയ്തു. ഞാൻ ഉത്തരയും കൊണ്ട് അവൻ്റെ മുഖത്തെ വിയർപ്പ് കണങ്ങൾ തുടച്ചു. വാസ്തവത്തിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്! ഷോണനെ പോലെ സ്നേഹനാഥനായ ഒരു സഹോദരനെയല്ലേ കിട്ടിയത്. ചെമ്പാ നഗരിയിലേക്ക് സമീപമുള്ള പരിചിത്ര സ്ഥലങ്ങളെല്ലാം പിന്നോട്ട് കൊണ്ടേയിരുന്നു. ഇരുവശത്തും ഇടതൂർന്ന മരം. എൻ്റെ ബാല്യകാലം ചിത്രങ്ങൾ കയറിയ പച്ചപ്പിളർപ്പുകൾ പ്രതിനിമിഷം അപ്രത്യക്ഷമായിക്കൊണ്ടേയിരുന്നു. ചെമ്പാ നഗരിയിലെ കൂണുപോലുള്ള കുടിലുകളെല്ലാം പിന്നിട്ട് കഴിഞ്ഞു. 2 ദിവസം മുമ്പ് രാജസദസ് കളിച്ച മൈതാനമായി. മൈതാന മധ്യത്തിൽ കല്ല് ഏകാഗിയായി തപിച്ചു. എനിക്ക് രാജാവിൻ്റെ മാന്യത നൽകി കൽപ്പത്ത് സിംഹാസനം, വാസുസേന മഹാരാജാവിൻ്റെ സിംഹാസനം മൗന ഭാഷയിൽ എന്നോട് വിടചൊല്ലി. എൻ്റെ ജീവിതം ബാല്യത്തിൻ്റെ ഹരിതമ വിട്ട് ഓടുകയായിരുന്നു. ചെമ്പാ നഗരിയിൽ നിന്നും ഹസ്തിനാപുരിയിലേക്ക്. തുടരും.